അങ്ങനെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷ ദിനം സമ്മാനിക്കാൻ മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കഴിഞ്ഞ ജനുവരി മാസം മുതൽ കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് വരുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ തുടരുകയാണ്. കേരളത്തിൽ ഒരു പ്രത്യേക സമയം, അത് ദിവസം നിശ്ചയിച്ചിട്ടില്ല, മാസമൊക്കെ അവരുടെ ഇതിനനുസരിച്ചാണ് നിശ്ചയിക്കുന്നത്. അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിൽ കുട്ടികളോടൊപ്പം മെസ്സി അല്പസമയം ചെലവഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത നമ്മുടെ കായിക വകുപ്പ് മന്ത്രി പുറത്തുവിട്ടിരുന്നു. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ അർജൻറ്റീന ഫുട്ബോൾ ലോകകപ്പ് നേടിയപ്പോൾ വിവിധ രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞതിന് പുറമെ ഒരു പ്രത്യേക ഒരു കൂട്ടർക്ക് നന്ദി പറഞ്ഞിട്ട് അവരുടെ ഔദ്യോഗിക പേജിൽ നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മെസ്സിയുടെയും അർജൻറ്റീന ഫുട്ബോൾ ആരാധകർക്കുമാണ് ആ നന്ദി പറഞ്ഞത് എന്നത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് അന്ന് കേരളം കണ്ടിരുന്നത്. ഈ ലോക ഫുട്ബോളിൽ മെസ്സിക്ക് ഒരു പക്ഷേ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഈ കേരളത്തിൽ നിന്നായിരിക്കും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് അറിയാം, കേരളത്തിലൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 8 പേരും അതിൽ മെസ്സി ഫാനായിരിക്കും, പിന്നെ ഒരാൾ റൊണാൾഡോ ഫാനുണ്ടാവും, ഒരാൾ നെയ്മറിൻ്റെ ഫാനുണ്ടാവും, അങ്ങനെയാണ്. എന്നാലും ഒരു 80% ആളുകൾക്കും മെസ്സി എന്ന് പറയുന്ന കാൽപന്ത് കളിയുടെ മാന്ത്രികനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഓരോ ഫുട്ബോൾ പ്രേമികളും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ മലപ്പുറം പോലെ ഫുട്ബോളിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മലയാളികൾക്ക് അതൊരു വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു. പക്ഷെ പിന്നീട് ആ വാർത്തയുടെ ചില അപ്ഡേഷനുകളിൽ മെസ്സിയും കൂട്ടരും കേരളത്തിലേക്കില്ല എന്നുള്ള ഒരു വാർത്ത കൂടി വന്നു. ഇത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, ആ കമ്പനിയാണ്, റിപ്പോർട്ടർ ടിവിയുടെ കമ്പനിയാണ് മെസ്സിയും കൂട്ടരെയും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരും സംസ്ഥാന സർക്കാരും തമ്മിലൊരു കരാർ ഒപ്പിട്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ റിപ്പോർട്ടറിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ ഈ പറഞ്ഞ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഒരു കരാർ ഏർപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസമായി എന്ന് തോന്നുന്നു, ആ 1 മാസം മുമ്പാണ് ഈ മെസ്സി കേരളത്തിലേക്കില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ ഉൾപ്പെടെ കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഒക്ടോബറിലാണ് കേരളത്തിലേക്ക് അവരുടെ സന്ദർശനം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ആ ഒക്ടോബറിൽ അവരുടെ സന്ദർശനം നിശ്ചയിച്ച ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അവർ കേരളത്തിലേക്ക് വരുമ്പോൾ വേണ്ട അടിസ്ഥാനപരമായ ചില സൗകര്യങ്ങൾ ഒരുക്കണം. പിന്നെ അവരുടെ യാത്രാ ചെലവുകൾ, താമസം, അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ടിൻ്റെ അവൈലബിലിറ്റി, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നതിന് മുന്നോടിയായിട്ട് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ എനിക്ക് തോന്നുന്നു ഏകദേശം 130 കോടി രൂപ എങ്ങാണ്ട് കൊടുക്കണം. അവർ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന് ഒരു ഫുട്ബോൾ സൗഹൃദ മത്സരം കളിച്ച് തിരിച്ചു പോകണമെങ്കിൽ അവരുടെ വരവ് ചെലവ്, അവരുടെ താമസം, അവരുടെ മാച്ച് തുടങ്ങി എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം 130 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവുണ്ട്. ആ തുക അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന് കൊടുക്കണം. പിന്നീട് ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന ചിലവും മറ്റു കാര്യങ്ങളൊക്കെ വേറെ വഹിക്കണം. അങ്ങനെ ആ പറഞ്ഞ തുക, അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെട്ട തുക അവർ പറഞ്ഞ സമയത്ത് നൽകിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ റിപ്പോർട്ടർ ടിവിയുടെ മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ എഗ്രിമെൻ്റ് സാധുവല്ല എന്ന രീതിയിലുള്ള ഒരു വാർത്ത വന്നു. അതായത് ഒരു പ്രോഗ്രാമിന് വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ അവരവരുടെ ടൈം ടേബിൾ, അവരുടെ ഷെഡ്യൂള് പുറത്തുവിടാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒക്ടോബറിൽ പുറത്തുവിട്ട അവരുടെ 2025 ഒക്ടോബറിലെ അവരുടെ മാച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ നിശ്ചയിച്ച ഷെഡ്യൂളുകളിൽ കേരളം ഇല്ല എന്നുള്ളൊരു വസ്തുത വന്നപ്പോഴാണ് മെസ്സിയും കൂട്ടരും കേരളത്തിലേക്കില്ല എന്നുള്ള വാർത്ത വന്നത്. അപ്പോൾ ആ ഷെഡ്യൂളിൽ അവർ ആ ഒക്ടോബർ കൊടുത്തിരിക്കുന്നത് ഖത്തറിനും വേറെ 1-2 രാജ്യങ്ങൾക്ക്, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ AFA അന്ന് ആ ഷെഡ്യൂളിൽ ആ ടൈം കൊടുത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സി കേരളത്തിലേക്കില്ല എന്ന് പറഞ്ഞപ്പം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. അപ്പോൾ അന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് രോഷാകുലനായിട്ട് മറുപടി പറയുന്ന കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രിയെ നമ്മൾ കാണേണ്ടി വന്നു. കാരണം ഇതുപോലുള്ള ഒരു വലിയ സംഭവം, അതായത് കേരളത്തിലേക്ക് മെസ്സി ഫുട്ബോൾ കളിക്കാൻ വരുന്നു എന്ന വലിയ ഒരു വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ആ വാർത്ത തെറ്റാണെന്നും ആ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാതായി പോകുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോൾ പലരും കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രിയെ ക്രൂശിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പല ആളുകളുടെ ഭാഗത്തു നിന്നും വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കായിക വകുപ്പ് മന്ത്രിക്ക് തന്നെ ചില മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാനാവാതെ അവരോട് ആക്രോശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. സ്വാഭാവികമായിട്ടും പിന്നീട് റിപ്പോർട്ടർ ടിവിയുടെ മാനേജ്മെൻറ്റ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. ആ വാർത്താ സമ്മേളനം വിളിച്ച് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ്,
മെസ്സിയും കൂട്ടരും കേരളത്തിൽ വന്നേ മതിയാവും. കാരണം ഞങ്ങളുമായിട്ട് ഒരു എഗ്രിമെൻ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കേരളത്തിൽ വരാതിരിക്കാൻ പറ്റില്ല. ഇനി ആ എഗ്രിമെൻ്റ് അവർ ലംഘിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ അവരാവശ്യപ്പെട്ട തുക പറഞ്ഞ സമയത്ത് കൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം. പക്ഷേ ഞങ്ങൾ അവർക്കൊരു തുക നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള തുക ഞങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഒരു കാരണവശാലും അവസാനിച്ചിട്ടില്ല. ചർച്ചകൾക്ക് അടിസ്ഥാനമുണ്ട്, ചർച്ചകൾ തുടരുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചകൾ തുടരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ മെസ്സിക്ക് കേരളത്തിലേക്ക് വരാതിരിക്കാൻ സാധിക്കുകയില്ല. മെസ്സി കേരളത്തിൽ വന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു ടീമുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമുമായിട്ടോ ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട് എന്ന് അന്ന് ആൻഡോ അഗസ്റ്റിൻ തന്നെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അതിൽ കൃത്യമായിട്ട് അവരുടെ നിലപാട്, അതായത് അവരുടെ ഭാഗത്ത് റൈറ്റ്സ് ഉണ്ട് എന്ന രീതിയിൽ അവർ വിശദമാക്കിയത്. അപ്പോഴും പല മാധ്യമങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്, നിങ്ങൾക്ക് മെസ്സി AFAയുമായിട്ടുള്ള കരാറ് കൃത്യമായിട്ടുള്ള ഒരു വസ്തുതയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ്, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പറഞ്ഞതുപോലെ അവർ ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോയത്. അത് കേരളത്തിലെ ഫുട്ബോൾ അസോസിയേഷൻ അല്ലെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അന്ന് വാർത്താ സമ്മേളനത്തിലൊക്കെ വലിയ തോതിൽ അത് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ, പക്ഷേ ഏകദേശം കഴിഞ്ഞ 10-20 ദിവസമായിട്ട് റിപ്പോർട്ടർ TVയുടെ മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് ആൻഡോ അഗസ്റ്റിൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി. AFAയുമായി ഇടപെടലുകളെല്ലാം നടത്തിയതിനെ തുടർന്ന് അവർ ഈ വരുന്ന നവംബർ മാസം 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്താൻ അതിന് പങ്കെടുക്കാൻ വേണ്ടി പോകാൻ തയ്യാറാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ആണ് ലഭിച്ചിരിക്കുന്നത്. ആ വിഷയം ഇപ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ AFA അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെ നവംബർ 18-ാം തീയതി മുതലുള്ള 25-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കേരള എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മെസ്സിയുടെ ഔദ്യോഗിക സന്ദർശനം വേറെയുണ്ട്. മെസ്സി ഈ കൊൽക്കത്തയിൽ വരുന്നുണ്ട്. കൊൽക്കത്തയിൽ വന്ന് അവിടെ ഈഡൻ ഗാർഡൻസിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മെസ്സിയുടെ ഒരു വലിയ 75 അടി ഉയരമുള്ള ഒരു ശില്പം അവിടെ തയ്യാറായിട്ടുണ്ട്. ആ ശില്പം അനാച്ഛാദനം ചെയ്യുന്നത് മെസ്സിയാണ്. അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയം മുംബൈയിൽ വരുന്നു. മുംബൈയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ, രോഹിത് ശർമ്മ, സൗരവ് ഗാംഗുലി, ധോണി തുടങ്ങി, സുനിൽ ഛേത്രി, ബൈച്ചിങ് ഭൂട്ടിയ, അങ്ങനെയുള്ള ലിയാൻഡർ പേസ് തുടങ്ങിയ ഇന്ത്യയിലെ കായിക മേഖലയിലുള്ള വിവിധ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് അഹമ്മദാബാദിൽ വലിയ ഒരു ക്രൗഡിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം പങ്കുവെക്കാൻ വരുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയാണ്. അപ്പം 3 സന്ദർശനം ഇതിൽ കേരളത്തെ കൂടാതെ തന്നെ അവർക്ക് മെസ്സിക്കും കൂട്ടർക്കും ഇന്ത്യയിലുണ്ട്. അതിനിടയിലാണ് കേരളത്തിലേക്ക് മെസ്സിയും കൂട്ടറും വരുന്നു എന്ന വാർത്ത വീണ്ടും വരുന്നത്. അപ്പോൾ മെസ്സിയും കൂട്ടറും എന്തായാലും കേരളത്തിൽ വരട്ടെ. കേരളത്തിലെ കാൽപന്ത് കളിയുടെ ആസ്വാദകർക്ക് ഇതിൽ പരം വലിയ ഒരു വാർത്ത നമുക്ക് നൽകാൻ സാധിക്കുകയില്ല. മെസ്സി വരുന്ന ഡേറ്റ് ഉൾപ്പെടെ നവംബർ 18 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കാൽപന്ത് കളിയുടെ ആരാധകർക്ക് ഇനി ആഹ്ലാദിക്കാം, അർമാദിക്കാം. മെസ്സി, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവപുത്രൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.